സാമ്പത്തിക പ്രതിസന്ധിയിൽ നേതൃത്വത്തിനെതിരെ കുറിപ്പെഴുതി വെച്ച ബി.ജെ.പി. കൗൺസിലർ ആത്മഹത്യ ചെയ്തു. അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ബി.ജെ.പി. നേതൃത്വം ഇടപെട്ടില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ട്. മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബി.ജെ.പിക്കാർ കയ്യേറ്റം ചെയ്തു. മീഡിയ വൺ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ളവരെ കോണിപ്പടിയിൽ നിന്ന് തള്ളി താഴെയിട്ടു. സഫാൻ VP വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഇദ്ദേഹത്തിന്റെ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ നേതൃത്വത്തിനെതിരെ ആരോപണമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പിന്നീട് അവിടെ വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായ ഒരു പശ്ചാത്തലം എന്തായിരുന്നു സഫാൻ? പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ തിരുമല കൗൺസിലർ കൂടിയായ അനിൽകുമാർ ഈ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉണ്ടായിരുന്നു. അതായത് BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് BJP പ്രവർത്തകർ ആക്രോശിച്ചെത്തി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ഒന്നാം സ്റ്റെയറിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ തള്ളിയിടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുന്നത്. ഇപ്പോൾ അനിൽകുമാറിന്റെ മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തീകരിച്ചാണ് മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റി പശ്ചാത്തലത്തിൽ ദേശാഭിമാനിയുടെ ക്യാമറ പേഴ്സൺ, ന്യൂസ് 18യുടെ ക്യാമറ എന്നിവർക്കെതിരെ നശിപ്പിക്കുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി. വലിയ രീതിയിൽ ആക്രോശിക്കുന്ന തരത്തിലായിരുന്നു. നിങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് നമ്മൾ പറയുന്നത് എന്ന് കേട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ആക്രോശവും ഒരു നടപടിയും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അടക്കമുള്ള ആളുകൾ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയത്തായിരുന്നു BJP പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നടപടി. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുമ്പോൾ ഒരു തണുത്ത മട്ടിൽ ഇത് അന്വേഷിക്കാം, ഇത് പാർട്ടിയുടെ തീരുമാനപ്രകാരമുണ്ടായിരുന്നുള്ള ഒരു ആക്രമണമല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഏതായാലും ഈ അദ്ദേഹം നൽകുന്ന ഈ തിരുമല കൗൺസിലർ നേതൃത്വം നൽകുന്ന ഈ വാർഡുമായി സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെയാണ് BJP നേതൃത്വവും സംശയിക്കുന്നുണ്ട്. BJP നേതൃത്വവും സമ്മതിക്കുന്നുണ്ട്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ഒരു കൂട്ടം BJP പ്രവർത്തകരുടെ ആക്രോശവും ആക്രമണങ്ങളും ഉണ്ടായത്. എവിടെ ആക്രമണം ഉണ്ടായി? പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ കേട്ടോ. എന്താ ആക്രമണം ഉണ്ടായി ഇവിടെ? ഞങ്ങൾ കൈകാര്യം ചെയ്തു. ആളുകൾ ഇപ്പോഴും നമ്മുടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഇവിടെ BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. നേരത്തെ നമുക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ ഈ കാര്യം വിളിച്ചു പറയാൻ പോലും നേരത്തെ നടന്ന വിഷ്വലുകളിൽ കണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജിൽസി, ജനം നേരിട്ട് കാണുകയാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അവരുടെ അരിശം തീർക്കുന്നത് കാണാം. എന്ത് ആക്രമണം ഉണ്ടായി എന്ന് ചോദിച്ചതാണ്. അവിടെ മാധ്യമപ്രവർത്തകരെയൊക്കെ കോണിപ്പടിയിൽ നിന്ന് താഴെ തള്ളിയിട്ടിട്ട് പോലും എന്ത് ആക്രമണം ഉണ്ടായി അത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും സഹിക്കാൻ കഴിയാതെ ആളുകൾ അങ്ങോട്ട് വരുന്നത് കൂടെ കാണുന്നുണ്ട്. അവരൊരു തരത്തിൽ ഒരു ആക്രമണോത്സുകരായി തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി കാണാം. സഫാൻ, എന്തായാലും സുരക്ഷിതമായി നിൽക്കുക. ഏതായാലും അവർ ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ചെയ്യുന്നത് പോലും അവർക്ക് എത്രത്തോളം അസഹിഷ്ണുതയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച്
ഈ കാര്യത്തിലടക്കം പറയുന്ന ആത്മഹത്യക്കുറിപ്പിലടക്കം പറയുന്ന കാര്യങ്ങൾ അത് നിഷേധിക്കാനാണ് തുടക്കം മുതൽ അവിടെ എത്തിയിട്ടുള്ള ആളുകൾ BJP പ്രവർത്തകർക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കയ്യേറ്റത്തിന്റെ കാര്യം പറയുന്നത് പോലും അവർക്ക് വലിയ അസഹിഷ്ണുത ഉണ്ടാക്കുകയാണ്. എന്തായാലും തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഫാൻ, നേരത്തെ ഉണ്ടായ ഒരു സംഭവം ഇപ്പോൾ ഒന്ന് പറഞ്ഞതിനാണ് ഇത്രയും ആളുകൾ അവിടെ കൂടി എന്ത് ആക്രമണം ഉണ്ടായി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഭീഷണിപ്പെടുത്തുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പോലീസ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടോ? സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമോ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ? സത്യത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വാക്കുകൾ ഇടറുന്നതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടാവുന്നതും അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കാണുകയും ഉണ്ടാവുന്നത്. ശരി സഫാൻ, എന്തായാലും സുരക്ഷിതമായി നിൽക്കുക.